ാണ് മുക്തി. സ്വന്തമെന്ന് പറയാൻ ആരും തന്നെ ഇല്ലാത്ത ഒരു പാവം കുട്ടി. ജീവിക്കാൻ വേണ്ടി തന്റെ ചെറുപ്പം മുതൽ അവൻ ഒരുപാട് ജോലികൾ ചെയ്തു തുടങ്ങി. രാവിലെ തന്നെ ടാക്സികൾ കഴുകി വൃത്തിയാക്കിയും അത് കഴിഞ്ഞ് പുസ്തകങ്ങൾ വിറ്റുമെല്ലാമാണ് അവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഒരു ചേരിയിൽ കെട്ടിയുണ്ടാക്കിയ ഒരു ചെറിയൊരു ഷെഡിലാണ് അവന്റെ താമസം. എല്ലാ ദിവസത്തെയും പോലെ കാറുകൾ കഴുകി കുളിച്ച് ഒരു ബാഗിൽ കുറച്ച് പുസ്തകങ്ങളുമായി അവൻ ഇറങ്ങി. ചേരിക്കടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടുത്തെ ട്രെയിനിലെ യാത്രക്കാർക്കാണ് അവൻ പതിവായി പുസ്തകങ്ങൾ വിൽക്കാറുള്ളത്. അവന്റെ കൂടെ അവന്റെ ഒരു കൂട്ടുകാരനും കൂടെയുണ്ട്. അങ്ങനെ ട്രെയിൻ വന്നു. അവർ അതിൽ കയറി കച്ചവടം തുടങ്ങി. ബലൂണുകളും മറ്റു ഫാൻസി സാധനങ്ങളുമായാണ് അവന്റെ കൂട്ടുകാരൻ വന്നത്. ചിലരൊക്കെ അവരുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. മറ്റു ചിലരാണെങ്കിൽ അവരെ ആട്ടി ഓടിക്കുകയും ചെയ്തു. പുസ്തകങ്ങൾ വാങ്ങൂ, നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉജ്ജ്വലമാക്കൂ എന്നും പറഞ്ഞാണ് മുക്തി പുസ്തകങ്ങൾ വിറ്റുകൊണ്ടിരുന്നത്. ഇതെല്ലാം കണ്ട ഒരു യാത്രക്കാരൻ മറ്റു യാത്രക്കാരോട് ഇവനെക്കുറിച്ച് കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. മറ്റുള്ളവരുടെ കുട്ടികളുടെ ഭാവി നന്നാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്, സ്വന്തം ഭാവിയെ പറ്റി ഓർക്കാതെ. എനിക്കുറപ്പാണ് ആ ബുക്കിലെ ഒരു വരി പോലും അവന് വായിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞ് അയാൾ